ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് ആ ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത് ഏതായാലും ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ അറ്റാക്ക് നടത്തിയത് അല്ലെങ്കിൽ അറ്റാക്ക് നടത്താൻ ശ്രമിച്ചത് അവന്തിപ്പോര, ശ്രീനഗർ, ജമ്മു, അതുപോലെ തന്നെ പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ബത്തിന്ദ, ചണ്ഡീഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ 15ഓളം സ്ഥലങ്ങളിലാണ് ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച ഈ ആക്രമണങ്ങളെല്ലാം വിജയകരമായി തന്നെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 15 സൈനിക കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ 15 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പാകിസ്ഥാന്റെ ആക്രമണം, മിസൈൽ ഡ്രോൺ ആക്രമണം നടന്നത്. എന്തായാലും കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായുള്ളത്. ലാഹോറിലെ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ലാഹോറിൽ ഉണ്ടായിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തകർത്താണ് ഇന്ത്യ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. കാരണം ഇതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഈ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രങ്ങളെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ തുടരണമെന്ന് ഇന്ത്യ കരുതിയിരുന്നതല്ല, പക്ഷേ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാതിരിക്കാൻ വഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ ഇപ്പോൾ തകർത്തത്. കൃത്യവും വ്യക്തവുമായ ഒരു ആക്രമണമാണ് നടന്നത് എന്നുള്ളതാണ് സൈന്യം പറയുന്നത്. ഇത്തരത്തിൽ കൃത്യമായി തന്നെ അതിനെ തകർക്കാനായി ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാനിൽ ഇപ്പോൾ നിരവധി സ്ഫോടനങ്ങൾ അടക്കം നടക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് തന്നെ ഇന്ത്യ അതിന് മറുപടി നൽകിയിരിക്കുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു ആക്രമണ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാജ്യത്ത് പലയിടങ്ങളിൽ അതിർത്തി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, അതുപോലെ തന്നെ കശ്മീർ, അതുപോലെ തന്നെ ചണ്ഡീഗഡ് അടക്കമുള്ള മേഖലകളിൽ 15 കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. അവന്തിപ്പുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ബട്ടിണ്ട, ചണ്ഡീഗഡ്,നാൽ, ഫലോഡി, ഉത്തർലായി, ഭുജ് എന്നിവയുൾപ്പെടെ നിരവധി 15 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഏതായാലും കനത്ത തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാന്റെ മണ്ണിൽ ചെന്ന് തന്നെ തിരിച്ച് ഇന്ത്യ നൽകിയിരിക്കുന്നു. ആ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ ഇന്ത്യ പൂർണ്ണമായും ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം തകർത്തതായി റിപ്പോർട്ട്. PSL ക്രിക്കറ്റ് മാച്ച് കറാച്ചിയിലേക്ക് മാറ്റിയെന്നും സൂചന. ഡ്രോൺ ആക്രമണത്തിലാണ് സ്റ്റേഡിയം തകർന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം തകർന്നതായി റിപ്പോർട്ട്. PSL ക്രിക്കറ്റ് മാച്ച് കറാച്ചിയിലേക്ക് മാറ്റിയെന്നും സൂചന. ഡ്രോൺ ആക്രമണത്തിലാണ് സ്റ്റേഡിയം തകർത്തത്.